CMRL മിച്ചഭൂമി പതിച്ചു നൽകാൻ LDF സർക്കാർ നടത്തിയ ഇടപെടലുകൾക്ക് കൂടുതൽ തെളിവുകൾ പുറത്ത്. CMRL നിയന്ത്രണത്തിലുള്ള KREML-ന് ഭൂപരിഷ്കരണ നിയമം ലംഘിച്ച് കൈവശപ്പെടുത്തിയ 45 ഏക്കർ നിയമാനുസൃതമാക്കാൻ സർക്കാർ പ്രത്യേക ഉത്തരവ് ഇറക്കിയതിന്റെ രേഖകളാണ് പുറത്തായിരിക്കുന്നത്. മിനറൽ പാർക്ക് പദ്ധതിയുടെ പേരിലായിരുന്നു ഭൂമി ഇടപാട്. ജിജീഷ് കരുണാകരൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ജിജീഷ്, വാർത്തയുടെ വിവരങ്ങൾ ആദ്യം. കൃത്യമായി CMRL-നെ സഹായിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കങ്ങൾ തന്നെയാണ്, അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തെളിവുകൾ തന്നെയാണ് ഓരോ ഘട്ടത്തിലും പുറത്തു വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് എന്തുകൊണ്ട് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനുമായി ബന്ധമുള്ള CMRL-ന്റെ അനുബന്ധ കമ്പനികൾ എന്നിവയെ വഴിവിട്ട് സഹായിക്കാൻ സർക്കാർ ശ്രമിക്കുന്നു എന്ന വലിയ ചോദ്യം ബാക്കിയാകുമ്പോഴാണ് അതുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള സഹായങ്ങൾ നൽകിയതിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനമാണ് KREML ഈ ഒരു ഖനനത്തിനായി CMRL രൂപീകരിച്ച കമ്പനിയായ അനുബന്ധ കമ്പനിയായ KREML-ന് വേണ്ടിയുള്ള വഴിവിട്ട സഹായങ്ങളുടെ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഏതാണ്ട് 45 ഏക്കർ ഭൂമി 2002-2003 കാലഘട്ടത്തിലാണ് അവർ വാങ്ങുന്നത്. ഈ ആലപ്പുഴയിലെ ആറാട്ടുപുഴയിൽ വാങ്ങുന്നത്. ഈ ഭൂമി ഭൂപരിഷ്കരണ നിയമം അനുസരിച്ച് ഭൂപരിഷ്കരണ നിയമത്തിലെ 81(3) വകുപ്പ് പ്രകാരം ഇത്തരത്തിൽ 15 ഏക്കറിൽ കൂടുതൽ ഭൂമി സ്വകാര്യ വ്യക്തികൾക്കോ സ്വകാര്യ സ്ഥാപനങ്ങൾക്കോ സ്വകാര്യ കമ്പനികൾക്കോ കൈവശം വയ്ക്കാനുള്ള അധികാരമില്ല എന്നിരിക്കെ വർഷങ്ങളായി ഈ കാലം അത്രയും കമ്പനി ഇത്രയധികം ഭൂമി, അതായത് 15 ഏക്കറിന് അപ്പുറം വരുന്ന 45 ഏക്കർ ഭൂമി, ആകെ 60 ഏക്കർ ഭൂമിയായിരുന്നു ഇവർ ഖനന കാര്യങ്ങൾക്കായി വാങ്ങിക്കൂട്ടുകയും ചെയ്തത്. എന്നാൽ പിന്നീട് പലവട്ടം ഇതിനുള്ള അനുമതി നിഷേധിക്കപ്പെട്ടു. തുടർന്നാണ് ഇങ്ങനെയൊരു പദ്ധതിയുടെ മറവിൽ സർക്കാരിന്റെ സ്ഥാപനമായ പൊതുമേഖലാ സ്ഥാപനമായ KSIDC-യെ കൂടി അതിന്റെ ഭാഗവാക്കായി കൂടി ആക്കിയുള്ള ചരടുവലികൾ നടത്തുന്നതും സർക്കാർ തലത്തിൽ അതിനുള്ള ഒത്താശകൾ ചെയ്യുന്നതും. അങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു പദ്ധതി മുന്നോട്ട് വരികയും ചെയ്യുന്നത്. ഈ ധാതു ഖനനവുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതി പുറത്തിറങ്ങുന്നത്. ആ പദ്ധതിയുടെ പേരിൽ മിനറൽ പാർക്ക് എന്നൊരു പദ്ധതിയാണ് CMRL അവതരിപ്പിക്കുന്നത്. അത് KREML-ലൂടെയാണ് CMRL ഈ മിനറൽ പാർക്ക് എന്ന ഒരു പദ്ധതി അവതരിപ്പിക്കുന്നത്. മുമ്പ് മറ്റ് കേട്ടുകേൾവിയില്ലാത്ത അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കാര്യക്ഷമമായി നടപ്പിലാക്കപ്പെടാത്ത ഒരു പദ്ധതി, സ്വകാര്യ മേഖലയിൽ നടപ്പിലാക്കപ്പെടാത്ത ഒരു പദ്ധതിയുടെ പേരിൽ KSIDC-ക്ക് 2020 ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കത്ത് നൽകുന്നു. അതിനുശേഷം KSIDC-യുടെ കൂടി സഹായത്തോടെ അല്ലെങ്കിൽ KSIDC കൂടി പങ്കാളിയാണ് എന്ന ഒരു ആനുകൂല്യത്തിന്റെ മറവിൽ പ്രത്യേക സർക്കാർ ഉത്തരവ്, സാധാരണ നിലയിൽ ഇത്തരത്തിൽ ഭൂപരിഷ്കരണ നിയമത്തിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതിന് നിയമസഭയുടെ അംഗീകാരം ലഭിക്കേണ്ടതുണ്ട്. നിയമസഭ കൂടി അത് പാസാക്കി നിയമമാക്കി മാറ്റേണ്ടതുണ്ട്. അവിടെ നിയമോപദേശം തേടി എന്ന പേരിൽ അഡ്വക്കേറ്റ് ജനറലിന്റെ അടക്കം നിയമോപദേശം എന്ന പേരിൽ തേടിയ ശേഷം അനുകൂലമായ തീരുമാനം അവരിൽ നിന്ന് വാങ്ങിയെടുക്കുകയായിരുന്നു. അങ്ങനെയാണ് ഒരു ഗവൺമെന്റ് ഓർഡർ, ഒരു ജിയോ മതി, ഒരു ഉത്തരവ് മതി. ആ ഉത്തരവിലൂടെ തന്നെ കൃത്യമായി ഈ ബാക്കി ഏക്കറുകൾ 45 ഏക്കറുകൾ മിച്ചഭൂമിയാക്കി മാറ്റി റവന്യൂ വകുപ്പ് തിരിച്ചു പിടിക്കേണ്ട 45 ഏക്കർ ഭൂമി അവരുടെ കൈവശം തന്നെ വരുന്ന വിധത്തിൽ മാറ്റിക്കൊടുക്കുന്നതിന് വേണ്ടി ഈ മിനറൽ പാർക്കിന്റെ പേരിൽ ഏതാണ്ട് 5000 കോടി രൂപയുടെ ഒരു പാർക്ക് പദ്ധതിയായിരുന്നു വിഭാവനം ചെയ്തുകൊണ്ട് CMRL മുന്നോട്ട് പോയത്. അതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു പദ്ധതിയുടെ പേരിലാണ് ഈ ഒരു കത്ത് നൽകുന്നത്. ആദ്യം KSIDC-ക്ക് കത്ത് നൽകുന്നത്, KSID അതിലൂടെ സർക്കാരിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതും അങ്ങനെ സർക്കാർ തലത്തിൽ അനുകൂലമായ ഒരു ഗവൺമെന്റ് ഓർഡർ പുറത്തിറങ്ങുകയും ചെയ്യുന്നത്. ഇവർക്ക് അനുകൂലം, അത് പൊതു താല്പര്യം മുൻനിർത്തിയുള്ള ഒരു ഉത്തരവ് എന്ന പേരിലായിരുന്നു ഇത്തരത്തിൽ ഒരു ഗവൺമെന്റ് ഓർഡർ ജിയോ പുറത്തിറങ്ങുന്നത്. അതിൽ എല്ലാ സ്ഥാപനങ്ങൾക്കും എല്ലാ കമ്പനികൾക്കും ഇത് ബാധകമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ അവിടെ ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. 45 ഏക്കർ വരുന്ന ഭൂമി അത് CMRL-ന്റെ കൈവശം എത്തുക, ഒരു കമ്പനിയുടെ പേരിൽ KSIDC കൂടി ഉൾപ്പെട്ട ഒരു കമ്പനിയുടെ പേരിൽ ആ ഭൂമി സ്വന്തമാക്കാനുള്ള അവസരം CMRL-ന് നൽകുക എന്നത് തന്നെയായിരുന്നു ലക്ഷ്യം. അങ്ങനെ പ്രത്യേക ഉത്തരവ് സർക്കാർ പുറപ്പെടുവിച്ചു. അതിന്റെ വിവരങ്ങളാണ് നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതിന്റെ പേപ്പറുകളടക്കം പുറത്തു വന്നിരിക്കുന്നു. അതേ ഘട്ടത്തിൽ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് KSIDC-ക്ക് നൽകിയ കത്ത്, ഇങ്ങനെ ഒരു പദ്ധതി അവതരിപ്പിച്ചുകൊണ്ട് ആ പദ്ധതിയുടെ ഭാഗമാകണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് KSIDC-ക്ക് നൽകിയ കത്ത് കൂടി പുറത്തു വരുന്നത്. സ്വാഭാവികമായും എങ്ങനെയാണ് ഈ KSIDC ഇതിൽ ഭാഗമാക്കാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം, SFIO-യുടെ അന്വേഷണം തടയാൻ വേണ്ടി KSIDC കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തുന്നത് എന്നതെല്ലാമുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുകയാണ്. എന്തുകൊണ്ട് KSIDC-ക്ക് ഇതിൽ അമിത താല്പര്യം എന്ന് വ്യക്തമാക്കുന്ന ഇത്തരം
ഇത്തരം തെളിവുകൾ കൂടി പുറത്തു വരുന്നത്. മാത്രമല്ല സർക്കാർ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഓർഡർ, കാരണം 2019 തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം സുപ്രീം കോടതിയിൽ നിന്ന് നിരവധി നിയമയുദ്ധങ്ങൾക്ക് ശേഷം ഖനനത്തിനുള്ള അനുമതി നേടിയെടുത്തു എങ്കിൽ പോലും 2019 കേന്ദ്ര സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. ഇത്തരത്തിൽ ധാതു ഖനനത്തിന് സ്വകാര്യ മേഖലയിൽ നൽകിക്കൊണ്ടുള്ള അനുമതി റദ്ദാക്കുന്നതായി 2019 മാർച്ചിൽ ഉത്തരവ് പുറത്തിറങ്ങുന്നു. ഈ ഉത്തരവ് പുറത്തിറങ്ങിയതോടുകൂടി തന്നെ ഖനനം എന്നതിൽ നിന്ന് മാറിക്കൊണ്ട് ആ ഭൂമി സ്വന്തമാക്കുക എന്ന നിലയിലേക്ക് 60 ഏക്കർ ആ മിച്ചഭൂമിയാക്കി മാറ്റേണ്ട ഭൂമി അടക്കം കൈവശപ്പെടുത്താനുള്ള CMRLന്റെ ശ്രമങ്ങൾ അവിടെയാണ് ആരംഭിക്കുന്നത്. അങ്ങനെയാണ് ഈ KSIDCക്ക് കത്ത് നൽകുന്നതും ഏറ്റവും ഒടുവിൽ സർക്കാരിൽ നിന്ന് അനുകൂലമായ ഒരു ഉത്തരവ് സ്വന്തമാക്കി അങ്ങനെ 45 ഏക്കർ ഭൂമി തങ്ങളുടെ കൈവശം തന്നെ വാങ്ങുന്ന നിലയിലേക്ക് എത്തിയത്. സ്വാഭാവികമായും ഭൂപരിഷ്കരണ നിയമം കർശനമായി നടപ്പിലാക്കേണ്ട, ഭൂപരിഷ്കരണ നിയമത്തിലെ വിവിധ വ്യവസ്ഥകൾ, അതുമായി ബന്ധപ്പെട്ട അനുബന്ധ ഉത്തരവുകളെല്ലാം തന്നെ കർശനമായി നടപ്പിലാക്കേണ്ട സർക്കാരാണ് ഒരു സ്വകാര്യ കമ്പനിക്ക് വേണ്ടി, CMRLന് വേണ്ടി ഇത്തരത്തിലുള്ള ഒരു ഗവൺമെന്റ് ഉത്തരവ് റവന്യൂ വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. പൊതു താല്പര്യം എന്ന പേരിൽ അത്തരത്തിലുള്ള ഉത്തരവ് പുറത്തിറക്കുമ്പോഴാണ് അവിടെയാണ് നിരവധി സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തേക്ക് വരുന്നതും. പൊതുപ്രവർത്തകനായ BJP നേതാവ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് അടക്കം ഇക്കാര്യങ്ങളിൽ വ്യക്തത വേണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഒരു സമഗ്രമായ അന്വേഷണം, എന്തുകൊണ്ട് ഈ പൊതു താല്പര്യത്തിന്റെ മറവിൽ ഇത്തരം നീക്കങ്ങൾ നടത്തുന്നു എന്ന കാര്യം തന്നെയാണ് അവരെല്ലാവരും തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. അനു, ശരി ജിജീഷ്, എന്തായാലും ഈ മാസപ്പടിയുമായി ബന്ധപ്പെട്ട വിവിധ ഹർജികൾ ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഹർജികൾ ഇന്ന് കോടതി പരിഗണിക്കാനിരിക്കവെയാണ് ഈ വിവരങ്ങൾ കൂടി പുറത്താകുന്നത് എന്നത് ശ്രദ്ധേയം.